ഹായ് ഡിയർ സ്റ്റുഡൻസ്, അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർക്കിൾസിലെ ഫോക്കസ് ഏരിയ ക്വസ്റ്റ്യൻസിലെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്: എ ബി എന്നതും സി ഡി എന്നതുമായ 2 കോഡ്സുകൾ ഇതിലുണ്ട്. ഈ കോഡ്സുകൾ പി എന്ന പോയിന്റിൽ ഇന്റർസെക്റ്റും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും ഈക്വൽ ആംഗിൾസുകൾ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇതിലിവിടെ സി ബി എന്ന ഒരു കോഡ് ഇതില് മാർക്ക് ചെയ്തു. നമുക്കറിയാം സി ബി എന്ന കോഡിൽ നിന്ന് പോകുന്ന ആംഗിൾസുകളാണ് സി എ ബി. ഇത് ഈ സി എ ബി ഞാനിപ്പോ ഇവിടെ എക്സ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം സി ഡി ബിയും എക്സ് തന്നെ ആയിരിക്കും. നമ്മൾ ഇങ്ങനെ ഒരു റിസൾട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു റിസൾട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ. സി എ ബി എന്നുള്ളത് എക്സ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം സി ഡി ബിയും എക്സ് ആണ് എന്ന് നമുക്ക് പറയാം. ഇതുപോലെ തന്നെ ഞാനിവിടെ മുകളിൽ ഇവിടെ എ ഡി എന്ന ഒരു കോഡ് ഞാനിവിടെ അങ്ങനെ മാർക്ക് ചെയ്യാണ്. ഓക്കെ, ഈ എ ഡി എന്ന് പറയുന്ന കോഡിൽ നിന്ന് പോകുന്ന ആംഗിൾസുകളാണ് ഏതൊക്കെ? എ സി ഡി. ഒന്ന് തിരിച്ചു പിടിച്ചാൽ നേരെ മനസ്സിലാവും. എ സി ഡി അത് വൈ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എ ബി ഡിയും എന്ത് തന്നെ ആയിരിക്കും? വൈ ആയിരിക്കും എന്ന് പറയാം. ഇപ്പൊ ഈ 2 ട്രയാങ്കിൾസുകൾ ഇപ്പൊ നമുക്ക് എ പി സിയും ബി പി ഡി എന്ന് പറഞ്ഞ 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്തപ്പോൾ 2 ആംഗിൾസുകൾ നമുക്ക് ഈക്വൽ ആയി കിട്ടി. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിലെ തേർഡ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഇത് നമുക്ക് അറിയുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: സി എ ബി എന്ന ഈ ആംഗിളിന് ഈക്വൽ ആയത് ഏതാണ്? അപ്പൊ നമുക്കറിയാം, നമുക്ക് ഇവിടെ വേറെ ഒന്നും എക്സ് ഇട്ടിട്ടുണ്ട്, സി ഡി ബി. അപ്പൊ ഏതാണ് ആംഗിള്? സി ഡി ബി. അടുത്തത് എ ബി ഡി എന്നത് നമ്മൾ ഇവിടെ വൈ എന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ സി ഡി, എ സി ഡിയും എത്ര തന്നെ ആയിരിക്കും? വൈ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എ സി ഡിയും വൈ തന്നെ ആയിരിക്കും. എ സി ഡിയും വൈ ആയിരിക്കും. എ സി ഡിയും വൈ ആയിരിക്കും. രണ്ടും ഈക്വൽ ആണ്. ഇനി നമുക്കിവിടെ പ്രൂവ് ചെയ്യാണ്ട് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ, ഏത് ക്വസ്റ്റ്യനും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതിൽ നോക്കേണ്ടത് ഇതിൽ 2 ഈക്വൽ ട്രയാങ്കിൾസുകൾ അല്ലെങ്കിൽ 2 സിമിലർ ട്രയാങ്കിൾസുകൾ ഇതിലുണ്ടോ എന്നുള്ളതാണ്. നമുക്കറിയാം ഇവിടെ പി എ സി എന്ന ട്രയാങ്കിളും പി ഡി ബി എന്ന ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾസുകളാണ് എന്നുള്ളത് നമുക്കറിയാം. കാരണം ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ വൈ ഉണ്ട്, ഇവിടെ വൈ ഉണ്ട്. ഈ തേർഡ് ആംഗിൾ ഈക്വലും ആണ്. സോ ഇത് സിമിലർ ട്രയാങ്കിൾസുകളാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് സിമിലർ ട്രയാങ്കിൾസുകളുടെ സൈഡ്സും ഒരേ റേഷ്യോയിലാണ് എന്ന് പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ തന്നത് വെച്ചിട്ടാണ് ഞാൻ പ്രൂവ് ചെയ്യുന്നത്. സോ ഇവിടെ തന്നത് പി എ ആണ്. അപ്പൊ ഞാൻ ആദ്യം ഈ പി എ ഞാൻ ഇവിടെ എടുത്ത് എഴുതുകയാണ്. നേരെ ശ്രദ്ധിക്കുക, പി എ എന്നുള്ളത് ഞാൻ എടുത്ത് എഴുതി. പി എ എന്നുള്ളത് ഇതിൽ വൈക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ് പി എ അല്ലെ. ഈ വൈ എന്ന് പറയുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ളതാണ് പി എ. അപ്പൊ ഈ രണ്ടാമത്തെ ഈ സെക്കൻഡ് ട്രയാംഗിളിൽ വൈക്ക് ഓപ്പോസിറ്റ് ഉള്ളത് ഏതാണ്? പി ഡി. അത് ഒരേ റേഷ്യോയിൽ ആയിരിക്കും എന്ന്. ഇനി അടുത്തത് ഞാനിതാ പി എ ബി എടുത്തപ്പോ
ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടി. അടുത്ത ഞാൻ പി സി എടുക്കുകയാണ് ഫസ്റ്റ് ട്രയാങ്കിളിൽ. ഇതാ പി സി എന്നെടുത്തു. ഈ പി സി എന്നുള്ളത് എക്സ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ് പി സി. എക്സ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നതാണ് പി സി. അങ്ങനെയാണെങ്കിൽ ഇതിൽ രണ്ടാമത്തെ ട്രയാങ്കിളിൽ എക്സിന് ഓപ്പോസിറ്റ് വരുന്നത് ഏതാണ്? പി ബി അല്ലെ? രണ്ടാമത്തെ ട്രയാങ്കിളിൽ എക്സിന് ഓപ്പോസിറ്റ് വരുന്നത് പി ബി അല്ലേ? ഇനി നമുക്ക് ഇത് ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കാം. പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അപ്പൊ ഇങ്ങനെ ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. എ പി സി എന്നുള്ളതും പി ബി ഡി എന്നുള്ളതായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും 2 ട്രയാങ്കിൾസുകൾ ഉണ്ടാവും. ആ 2 ട്രയാങ്കിൾസുകൾ സിമിലർ ട്രയാങ്കിൾസ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തത്. ഇതിൽ എക്സ് ഉണ്ട്, ഇതിൽ എക്സ് ഉണ്ട്, ഇതിൽ വൈ ഉണ്ട്, ഇതിൽ വൈ ഉണ്ട്. ഈ തേർഡ് ആംഗിൾ ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആണ്. സോ സിമിലർ ട്രയാങ്കിൾ ആവും. സിമിലർ ട്രയാങ്കിൾസുകൾ ആണെങ്കിൽ അതിന്റെ ആംഗിൾസ് മാത്രമല്ല ഈക്വൽ ആവുക, അതിന്റെ സൈഡ്സും ഒരേ റേഷ്യോയിലാണ് വരിക. അതുകൊണ്ട് വൈക്ക് ഓപ്പോസിറ്റ് ഉള്ളത് പി ആയതുകൊണ്ട് ഇതിലുള്ള വൈക്ക് ഓപ്പോസിറ്റ് പി ഡിയും ഒരേ റേഷ്യോയിലായിരിക്കും. സോ പി എ ബൈ പി ഡി. അടുത്തത് എക്സിന് ഓപ്പോസിറ്റ് ഉള്ള പി സിയും ഈ രണ്ടാമത്തെ ട്രയാങ്കിളിൽ എക്സിന് ഓപ്പോസിറ്റ് ഉള്ള പി ബിയും ഒരേ റേഷ്യോയിലായിരിക്കും. ദെൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ പി എ ഇൻറ്റു നമുക്ക് എന്ത് കിട്ടും? പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് നമുക്ക് കിട്ടും. ഈസി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതിൽ തന്ന കാര്യങ്ങൾ ആദ്യം ഒന്ന് ഞാൻ എഴുതി വെക്കുകയാണ്. ഇതിൽ തന്ന കാര്യങ്ങൾ എന്താണ്? ഈ പി എ എന്നുള്ളത് 5 സെന്റിമീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. ഈ എ ബി എന്ന ടോട്ടൽ വരുന്നത് 9 സെന്റിമീറ്റർ ആയതുകൊണ്ട് നമുക്കിത് 4 ആണ് എന്ന് പറയാം. ഇത് മനസ്സിലായോ? ഇതെങ്ങനെ 4 കിട്ടിയെന്ന് മനസ്സിലായോ? ശ്രദ്ധിക്കുക. പി എ എന്നുള്ളത് 5 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇതാ പി എ. ഈ എ ബി എന്ന ഈ ടോട്ടൽ ആയിട്ടുള്ള ലെങ്ത് 9 സെന്റിമീറ്ററും ആണ് എന്നുണ്ടെങ്കിൽ ഈ എ ബി ടോട്ടൽ ഇതുവരെയുള്ള ലെങ്ത് 9 സെന്റിമീറ്റർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എന്തായാലും 4 അല്ലേ വരുള്ളൂ. ടോട്ടൽ 9 കിട്ടണ്ടേ? അപ്പൊ 9 സെന്റിമീറ്ററിൽ നിന്ന് ഏത് മൈനസ് ചെയ്താൽ മതി? ആ 5 സെന്റിമീറ്റർ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അവിടെ എന്ത് കിട്ടും? 4 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ ഇത് 4 കിട്ടിയത് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? ഇനി ഇവിടെ വേറെ മെഷർമെന്റ് കൂടി തന്നിട്ടുണ്ട്. ഇവിടെ പി ഡി തന്നിട്ടുണ്ട്. ഇവിടെ വേറെ മെഷർമെന്റ് പി ഡി എന്ന്. നമ്മളോട് പി സി ഇൻറ്റു പി ഡി എന്താണ് എന്നാ ചോദിച്ചത്. നമുക്കറിയാം പി സി ഇൻറ്റു പി ഡി. പി സി ഇൻറ്റു പി ഡി എന്ന് പറഞ്ഞാലും പി എ ഇൻറ്റു പി ബി എന്ന് പറഞ്ഞാലും ഒരേ ഇക്വേഷൻ ആണ്. പി എ ഇൻറ്റു പി ബി. ശ്രദ്ധിക്കുക, ഇത് ഞാൻ സെൻട്രലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പി സി. ഇതങ്ങോട്ട് നോക്കുക. പി സി ഇൻറ്റു പി ഡി എന്ന് പറഞ്ഞാലും പി എ ഇൻറ്റു ലിസൺ പി എ ഇൻറ്റു പി ബി എന്ന് പറഞ്ഞാലും ഈക്വൽ ആണ് എന്ന് നമുക്ക് റിലേഷൻ അറിയാം. അവിടെ നിന്ന് ഇനി സി ഡി, ഈ സി ഡി ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ആദ്യം ഈ പി സി നമുക്ക് ഈ മെഷർ ഈ പി സി ഈ മെഷർ നമുക്ക് കാണണം. അപ്പൊ ഞാൻ ഈ ഇക്വേഷനിൽ ഡയറക്റ്റ് കൊടുത്താൽ ഇത് നമുക്ക് വളരെ ഈസി ആയി കിട്ടും. പി സി എന്ന സ്ഥലത്ത് എന്താന്ന് നമുക്കറിയില്ല. അപ്പൊ ഞാൻ പി സി എന്ന് തന്നെ കൊടുത്തു. ഓക്കെ, ഇതാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. പി ഡി എന്നുള്ളത് നമുക്കറിയാത്ത ഈ ഇക്വേഷനിൽ പി സി ഇൻറ്റു പി ഡി എന്നുള്ളത് പി സി ഞാൻ അതുപോലെ കൊടുത്തു. പി ഡി ക്വസ്റ്റ്യനിൽ പി ഡി 10 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, പി എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? പി എ 5. അപ്പൊ ഞാൻ പി എയുടെ സ്ഥലത്ത് 5 എന്ന് കൊടുത്തു. പി ബി 4 എന്നും കൊടുത്തു. നമുക്കറിയാം 5 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 20 അല്ലെ?
പി സി ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു 20. പി സി ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് 20 ഇൻറ്റു 10 ഇങ്ങോട്ട് പോയാൽ എന്താവുക ഡിവൈഡഡ് ബൈ 20 ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടും. സോ നമുക്ക് ഈ പി സി 2 എന്ന് കിട്ടി. നമുക്ക് കാണേണ്ടത് പി സി അല്ല, പി സി ആണ് 2 കിട്ടിയത്. നമുക്ക് കാണേണ്ടത് ഈ സി ഡിയുടെ ടോട്ടൽ ലെങ്ത് ആണ്. സി ഡി എന്ന് പറയുന്നത് 10ഉം 2ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്ത് 12 എന്ന് നമുക്ക് കിട്ടും. സോ സി ഡിയുടെ ലെങ്ത് നമുക്ക് എന്ത് കിട്ടി 12 എന്ന് നമുക്ക് കിട്ടി. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. വേഗം കുറച്ച് സ്പീഡിൽ ചെയ്യാണ്, എന്നാ ഈസിയാണ് അല്ലെ, അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ ചെയ്യാണ്. ആർ എസ് എന്നുള്ള ഈ ടോട്ടൽ ലെങ്ത്, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ തന്നെ ആർ എസ് എന്നുള്ള ഈ ടോട്ടൽ ആയിട്ടുള്ള ഈ ലെങ്ത് തന്നിട്ടുണ്ട്. ഈ ടോട്ടൽ ലെങ്ത് എത്രയെന്ന് തന്നിട്ടുണ്ട് 13 എന്ന് തന്നിട്ടുണ്ട് അല്ലെ, 13 എന്ന് തന്നിട്ടുണ്ട്. ടി ആർ ഇവിടെ ഇത് 4 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. പിന്നെ ടി ആർ 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇത് ടോട്ടൽ 13 ആണ്. അങ്ങനെയാണെങ്കിൽ ടി എസ് എങ്ങനെ കാണുക? 13ൽ നിന്ന് ഏത് മൈനസ് ചെയ്താൽ മതി? 4 മൈനസ് ചെയ്താൽ മതി. 13ൽ നിന്ന് 4 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 9 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും ഇക്വേഷൻ ടി പി ഇൻറ്റു ടി ക്യു, ഇതാ ഇവിടെ നോക്കൂ, ടി പി ഇൻറ്റു ടി ക്യു ഇസ് ഈക്വൽ ടു നമുക്കറിയാം എന്താണ് ടി ആർ ഇൻറ്റു ടി എസ് അല്ലെ. ശ്രദ്ധിക്കുക, ടി പി ഇൻറ്റു ടി ക്യു ഇസ് ഈക്വൽ ടു ടി ആർ ഇൻറ്റു ടി എസ് ആണ് എന്ന് നമുക്കറിയാം. അപ്പോ എത്രയാണ് ടി പി ഇൻറ്റു ടി ക്യു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടി പി ഇൻറ്റു ടി ആർ ഇൻറ്റു ടി എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 9 ഇൻറ്റു 4 ആണ്. അത് ഞാൻ ഇപ്പൊ അവിടെ എഴുതി കൊടുക്കുകയാണ്. 9 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 36 ആണ് എന്ന് നമുക്കറിയാം. ഞാനിപ്പോ ഇവിടെ ടി പി ഇൻറ്റു ടി ക്യു എന്ന് പറഞ്ഞാലും ടി ആർ ഇൻറ്റു ടി എസ് എന്ന് പറഞ്ഞാലും 36 ആണ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നേരെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഈ പി ടിയും അല്ലെങ്കിൽ ടി പിയും ടി ക്യുവും ഈക്വൽ മെഷർമെന്റ് ആണ്. അതായത് ഇത് എക്സ് ആണ് എന്നുണ്ടെങ്കിൽ ഇതും എക്സ് ആണ്. ടി പി എന്നുള്ളത് എക്സ് ആണ് എന്നുണ്ടെങ്കിൽ ടി ക്യുവും എക്സ് ആണ് വരിക, ഈക്വൽ ആണ്. കാരണം ടി മിഡ് പോയിന്റ് ആണ് എന്ന് പറയുന്നത്. മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ടി പിക്ക് ഏത് മെഷർമെന്റ് ആണോ അതേ മെഷർമെന്റ് തന്നെയാണ് ടി ക്യുക്കും. അപ്പൊ നമുക്കറിയാം, ഞാൻ ഇതാ ഈ ഇക്വേഷനിൽ ഡയറക്റ്റ് കൊടുക്കുകയാണ്. ടി പി എന്ന സ്ഥലത്ത് ഞാൻ എക്സ് കൊടുത്തു, ഓക്കെ. ടി ക്യു എന്ന സ്ഥലത്തും ഞാൻ എക്സ് കൊടുത്തു. കിട്ടേണ്ടത് എത്രയാണ്? 36 അല്ലെ. സോ നമുക്കറിയാം എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ് എന്ന് നമുക്കറിയാം. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 36. ഹൗ ടു കാൽക്കുലേറ്റ് എക്സ്? എക്സ് ഇസ് ഈക്വൽ ടു √36 അല്ലെ. √36 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 6 എന്ന് വരും. അപ്പൊ നമുക്ക് ഈ എക്സ് എന്നുള്ള ഈ സ്ഥലത്തും എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. എക്സ് ഉള്ള ഈ സ്ഥലത്തും 6 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ പി ക്യൂവിന്റെ ടോട്ടൽ ലെങ്ത് എത്ര വരിക? 6 + 6 എത്ര? 12 എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? എക്സ് പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു, അതായത് 6 + 6 ഇസ് ഈക്വൽ ടു 12 എന്ന് കിട്ടും. ഇക്വേഷനിൽ ഡയറക്റ്റ് കൊടുത്തതാണ്, നമുക്കറിയാം. ഇതെങ്ങനെ ചെയ്തെന്ന് മനസ്സിലായില്ല. ഈ ഇക്വേഷനിൽ ഡയറക്റ്റ് കൊടുത്തതാണ്. ടി പി എന്ന സ്ഥലത്ത് എക്സ് കൊടുത്തു, ടി ക്യു എന്ന സ്ഥലത്തും എക്സ് കൊടുത്തു. നമുക്കറിയാം ടി ആർ ഇൻറ്റു ടി എസ് എന്ന് പറഞ്ഞാല് ടി ആർ ഇൻറ്റു ടി എസ് എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു 4 36 ആണ്. അപ്പൊ അത് ഞാൻ ഇവിടെ കൊടുത്താണ് ഡയറക്റ്റ്. എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 36, എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതും എക്സ് ഇതും 6 കിട്ടിയാൽ ഇത് ടോട്ടൽ എത്ര കിട്ടും? 12 എന്ന് നമുക്ക് കിട്ടും. ഇതുപോലെ തന്നെയുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്നാലും ഒന്ന് വേഗം ചെയ്തു തരാം, പെട്ടെന്ന് ഒന്ന് ചെയ്തു തരാം. ഇ എഫ് എന്നുള്ള ഈ ടോട്ടൽ, ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മൾ ചെയ്തു. ഇ എഫ് എന്നുള്ള ഈ ടോട്ടൽ 11 തന്നിട്ടുണ്ട്. ഇ പി എന്നുള്ളത് 2 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ടോട്ടൽ 11 ആണെങ്കിൽ ഇത് നമുക്ക് പറയാം 9 ആയിരിക്കും എന്ന്. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. 11 -
2 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 9 എന്ന് കിട്ടും. പി സി ഇൻറ്റു പി ഡി. ഓക്കെ, പി സി ഇൻറ്റു പി ഡി ഈസ് ഈക്വൽ ടു നമുക്കറിയാം എന്താണ്? പിഇ ഇൻറ്റു പി എഫ് അല്ലെ? പിഇ ഇൻറ്റു പി എഫ്. ആൻസർ എത്ര വരിക? പിഇ ഇൻറ്റു പി എഫ് എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു 2 അല്ലെ? പിഇ 2, പി എഫ് 9, 9 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 18 എന്ന് വരും. ഇതേപോലെ കാണേണ്ട ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതിലൊരു പ്രശ്നമുണ്ട്. ഇതിൽ നേരെ ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ദ ലെങ്ത് ഓഫ് പി സി ഈസ് ഡബിൾ ദ ലെങ്ത് ഓഫ് പി ഡി. അതായത് പി ഡി എക്സ് ആണ് എന്നുണ്ടെങ്കിൽ ഇത് എത്രേ വരുള്ളൂ? 2x ആണ്. അതായത് ഒന്നിന്റെ ഡബിൾ ആണ് മറ്റേത്. പി സി എന്ന് പറയുന്നത് ഡബിൾ ആണ് ദ ലെങ്ത് ഓഫ് പി ഡി. പി ഡിയുടെ ഡബിൾ ആണ് വരുന്നത് പി സി. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇത് 2x. അപ്പൊ ഞാൻ ഈ ഇക്വേഷനിൽ ഡയറക്റ്റ് കൊടുക്കുകയാണ് ഇനി ചെയ്യുന്നത്. സി ഡി കാണാൻ വേണ്ടിയിട്ട് പി സി എന്ന സ്ഥലത്ത് ഞാൻ എന്ത് കൊടുക്കുക? ഈ ഇക്വേഷനിൽ ഇല്ലേ, ഇക്വേഷനിൽ പി സി എന്ന സ്ഥലത്ത് ഞാൻ 2x എന്ന് കൊടുത്തു. പി ഡി എന്ന സ്ഥലത്ത് ഞാൻ എക്സ് എന്ന് കൊടുത്തു. ആൻസർ നമുക്കറിയാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 18 ആണ് എന്ന് നമുക്കറിയാം. 2 ഞാൻ അതുപോലെ എഴുതി. 2 ഇൻറ്റു എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 18. 2 ഇൻറ്റു എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 18. ഇതിൽ നിന്ന് എങ്ങനെയാണ് എക്സ് സ്ക്വയർ കാണുക? എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 18 ഡിവൈഡഡ് ബൈ 2 കിട്ടും അല്ലെ? ഈ ഇൻറ്റു 2 ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 18 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 9 വരും. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 ആണെങ്കിൽ എക്സ് എന്താ വരിക? റൂട്ട്. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 ആണെങ്കിൽ എക്സ് എന്താ വരിക? റൂട്ട് 9. റൂട്ട് 9 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 3 എന്ന് വരും. അപ്പൊ നമുക്ക് എക്സ് എന്നുള്ളത് 3 എന്നും കിട്ടും. മറ്റേത് എത്ര കിട്ടുക? 2x അല്ലേ? അപ്പൊ മറ്റേത് എന്താ കിട്ടുക? 6 എന്നും കിട്ടും. അപ്പൊ ഇത് ഈക്വൽ ആണെന്ന് വെറുതെ ഒന്ന് നോക്കാം. 3 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 18. 9 ഇൻറ്റു 2 എന്ന് പറഞ്ഞാലും 18. അപ്പൊ നമ്മളോട് ചോദിച്ചത് സി ഡി കാണാനാണ്. സി ഡി കാണാനാണ്. ഇവിടെ 3 കിട്ടി, ഇവിടെ 6 കിട്ടി. അപ്പൊ 3 + 6 എന്നുള്ളത് 9 എന്ന് നമുക്ക് കിട്ടും. ഈസി അല്ലേ? അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതിപ്പോ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ സിമിലർ ട്രയാങ്കിൾ വെച്ചിട്ട് പ്രൂവ് ചെയ്യാനുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. ഇതിലെ ഈ സി ക്വസ്റ്റ്യൻ സിമിലർ ട്രയാങ്കിൾ വെച്ചിട്ട് പ്രൂവ് ചെയ്യാനുള്ളതാണ്. എ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സി എന്ന് പറയുന്നത് 60 ആണ്. ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. സി എന്ന് പറയുന്നത് 60 ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എ ബി ഡി സി സൈക്ലിക് കോർഡിനേറ്റർ ആയതുകൊണ്ട് സി എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ എ ബി ഡി എന്നുള്ളത് 180 മൈനസ് 60 ആയിരിക്കും. അപ്പൊ നമുക്കറിയാം അത് വരിക 120 ആണ്. അപ്പോ ഈ ആംഗിൾ നമുക്ക് ഇവിടെ 120 എന്ന് നമുക്ക് കിട്ടും. ഇത് 120 ആണെങ്കിൽ നമുക്ക് പറയാം ലീനിയർ പെയർ വെച്ചിട്ട് ഇത് നേരത്തെ ചെയ്തതാണ്. ഇത് നമുക്ക് എന്ത് കിട്ടും? 60 കിട്ടും. ഈ ആംഗിൾ നമുക്ക് അറിയില്ല. അപ്പൊ ഞാൻ ഇവിടെ എക്സ് കൊടുക്കുകയാണ്. ഇത് എക്സ് കൊടുക്കുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഒന്ന് എക്സ് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് 180 മൈനസ് എക്സ് ആണ് വരിക എന്നുള്ളത് നമുക്കറിയാം. സൈക്ലിക് കോർഡിനേറ്ററിൽ അങ്ങനെയാണ് വരിക. ഒന്ന് ഏത് ആംഗിൾ ആണോ തന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ കാണാൻ 180യിൽ നിന്ന് ആ ആംഗിൾ മൈനസ് ചെയ്താൽ മതി. ഇവിടെ 180 മൈനസ് എക്സ് വരികയാണെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എക്സ് ആണ് വരിക. കാരണം ലീനിയർ പെയർസ്. ഇവിടെ 120 വന്നപ്പോൾ ഇവിടെ 180 മൈനസ് 120 വന്നു. ഇവിടെ 180 മൈനസ് എക്സ് വന്നപ്പോ 180യിൽ നിന്ന് 180 മൈനസ് എക്സ് മൈനസ് ചെയ്ത് അവിടെ എക്സ് ആണ് വരിക. അപ്പൊ നമുക്കറിയാം ഈ 2 ട്രയാങ്കിൾസുകൾ ഇതാ നോക്കൂ. പി എ സി എന്ന ട്രയാങ്കിളിലെ ആംഗിൾസുകൾ ഏതൊക്കെയെന്ന് ഞാൻ പറയാണ്. എക്സും 60യും. അതേപോലെ പി ബി ഡി എന്ന ആംഗിളിലെ ആംഗിൾസുകളും എക്സും 16ഉമാണ്. പി എ സിയിൽ എക്സും 16ഉം പി ബി ഡിയിലും എക്സും 16ഉം. അപ്പോ അതിലെ ആംഗിൾസുകൾ സെയിം ആയതുകൊണ്ട് അത് സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ, ആംഗിൾസുകൾ സെയിം ആണ്, അപ്പൊ സിമിലർ ട്രയാങ്കിൾസ്. ഇതിന്റെ പ്രൂഫ് പിന്നെ നമ്മൾ ചെയ്തു. അതായത് സെയിം ആംഗിൾസ് വരികയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സുകളും ഈക്വൽ ആണ് എന്ന് വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് ചെയ്തു തരികയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് എങ്കിലും കൂടെ ഒന്ന് ചെയ്യുകയാണ്. ആദ്യം എടുക്കേണ്ടത് ഈ പി ആണ്.
ഞാൻ PA എന്നുള്ളത് എടുത്തു. ഓക്കെ PA എന്നുള്ളത് ഇതാ ഈ PA ആണ് ഞാൻ എടുത്തത്. 60ക്ക് ഓപ്പോസിറ്റ് ആണ് PA വരുന്നത്. അപ്പൊ ഈ ചെറിയ ട്രയാങ്കിളിലെ 60ക്ക് ഓപ്പോസിറ്റ് ഏതാ വരുന്നത്? PBD എന്ന് പറഞ്ഞ ചെറിയ ട്രയാങ്കിളില് 60ക്ക് ഓപ്പോസിറ്റ് ഏതാ വരുന്നത്? PD. അപ്പൊ അത് PD എന്ന് എഴുതി. ഈക്വൽ ടു ഞാൻ PC എഴുതുകയാണ്. PC ഈ PC എന്ന് പറയുന്ന ഇത് ഈ PC കണ്ടോ? ഈ PC ഓക്കെ അല്ലേ? ഈ PC എന്ന് പറയുന്നത് ഈ എക്സിന് ഓപ്പോസിറ്റ് ഉള്ളതാണ്. ഈ PC എന്ന് പറയുന്നത് ഈ വലിയ ട്രയാങ്കിളില് PC എന്ന് പറയുന്നത് എക്സിന് ഓപ്പോസിറ്റ് ആണ്. അപ്പോ ഈ ചെറിയ ട്രയാങ്കിള് PBDയിൽ എക്സിന് ഓപ്പോസിറ്റ് ഏതാണ്? PB അല്ലേ? ഈ ചെറിയ ട്രയാങ്കിളിൽ എക്സ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് PB അല്ലേ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. PA ഇൻറ്റു PB ഈക്വൽ ടു PC ഇൻറ്റു PD എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഈസി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ PA എന്നുള്ള ഈ ടോട്ടൽ ലെങ്ത് 10 തന്നിട്ടുണ്ട്, AB 6ഉം തന്നിട്ടുണ്ട്. ഇത് ടോട്ടൽ വരുന്നത് 10 ആണ്. ഓക്കെ, ഇത് ടോട്ടൽ വരുന്നത് PA 10 വരുന്നുണ്ട്, ഇത് 6ഉം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിരിക്കും വരിക? 4 ആണ് വരിക. ഓക്കെ, PD ഇവിടെ 5 സെന്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇതാണ്. ഇത് ടോട്ടൽ 10ഉം ഈ AB 6ഉം ആണെങ്കിൽ ഈ BP എത്രയാണെന്നത് നമുക്കറിയാം. നമ്മളിപ്പോ എഴുതി വെച്ചു. 10 - 6 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. ഇനി ഇതിലെ ഇക്വേഷൻ ഡയറക്റ്റ് എഴുതി കൊടുക്കാനാണ് പറഞ്ഞത്. PC ഇൻറ്റു PD. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. PC ഇൻറ്റു PD ഈസ് ഈക്വൽ ടു PA ഇൻറ്റു PB. PC ഇൻറ്റു PD ഈസ് ഈക്വൽ ടു PA ഇൻറ്റു PB. ഓക്കെ, PC എന്നുള്ളത് എത്രയാണ്? PC നമുക്കറിയില്ല, അപ്പൊ ഞാൻ PC എന്ന് തന്നെ കൊടുത്തു. PD എന്നുള്ളത് നമുക്കറിയാം 5, അപ്പൊ ഞാൻ 5 എന്ന് കൊടുത്തു. PA എന്നുള്ളത് എത്രയാണ്? 6ഉം 4ഉം അല്ലെ? ഇത് ടോട്ടലാ ചോദിച്ചത്. PA 10 ഇൻറ്റു PB എന്നുള്ളത് എത്രയാണ്? PB എന്നുള്ളത് 40 അല്ലെ? 40 എന്ന് കിട്ടും. അപ്പൊ PC ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 4 10 ഇൻറ്റു 4 അല്ലേ? PC ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 40 കിട്ടും അല്ലെ? PC ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു PC ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 40 കിട്ടും. തന്നെ PC കാണാൻ പറഞ്ഞാൽ ഈസി അല്ലേ? PC ഈസ് ഈക്വൽ ടു 40/5 എന്നുള്ളത് 8 എന്ന് കിട്ടും. ഈ PC എന്നുള്ള ഈ ടോട്ടൽ ആണ് നമുക്ക് 8 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഈ CD എന്താ വരിക? ഈ 8 ന്ന് 5 മൈനസ് ചെയ്താൽ പോരെ? 3 എന്ന് കിട്ടും. സോ CD എത്രയെന്നാണ് ക്വസ്റ്റ്യൻ? നമുക്ക് 3 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്? ഇത് നേരത്തെ നമ്മളൊരു എക്സും 2x എടുത്ത് ചെയ്തില്ലേ? അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇതും ആൻസർ കിട്ടും. ഇവിടെ പറയുന്നത് Q ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് T എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എക്സ് വെച്ചിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ, നേരത്തെ ചെയ്തതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതിലും സിമിലർ ട്രയാങ്കിൾ വെച്ചിട്ട് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് 2 ട്രയാങ്കിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഈ 2 ട്രയാങ്കിൾസുകൾ സിമിലർ ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. കാരണം ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആവും, ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആവും. അപ്പൊ ഇത് സിമിലർ ആണ് എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം. സിമിലർ ആണെങ്കിൽ അതിന്റെ റേഷ്യോ ഈക്വൽ ആയതുകൊണ്ട് ഈ PA ഇൻറ്റു PB ഈക്വൽ ടു PC ഇൻറ്റു PD എന്ന് പ്രൂവ് ചെയ്യാം. പിന്നെ ഈ രണ്ടാമത്തെ ഈ PC സ്ക്വയർ എന്ന് പ്രൂവ് ചെയ്യണ സമയത്തെ ഇവിടെ ഈ PC ഏത് സെന്റിമീറ്റർ ആണോ, ഏത് മെഷർമെന്റ് ആണോ അതന്നെ ആയിരിക്കും PD വരിക. അപ്പൊ ഈ PC എന്നുള്ളതും PD എന്നുള്ളതും ഈക്വൽ ആയതുകൊണ്ട് PCയുടെ പകരം PDയുടെ പകരം PC എന്ന് തന്നെ കൊടുക്കുക. കാരണം ഈ PCക്ക് ഏത് മെഷർ ആണത്, AB എന്നുള്ളത് എന്താണ്? ഡയാമീറ്റർ ആയതുകൊണ്ട് PCക്ക് ഏത് മെഷർ ആണോ അതേ മെഷർ തന്നെയാണ് PDയും വരിക. അതുകൊണ്ട് PA ഇൻറ്റു PB ഈക്വൽ ടു PC സ്ക്വയർ എന്ന് ഇതിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൽ AB എന്നുള്ള ടോട്ടൽ 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. PA എന്നുള്ളത് 8 ആണ് എന്നും തന്നിട്ടുണ്ട്.
ഇത് ടോട്ടൽ 10 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പി ബി എത്രയായിരിക്കും? 2. ഡൗട്ട് ഇല്ലല്ലോ. പി ബി എത്രയായിരിക്കും? 2. ഇതിന്റെ ഇക്വേഷൻ എന്താണ് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. എ പി ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ അല്ലെ ഇതല്ലേ ഇക്വേഷൻ. അപ്പൊ പി എ എന്നുള്ളത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ഇൻറ്റു പി ബി എന്നുള്ളത് 2 ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടത് അല്ലെ. 8 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 16 ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ. ഓക്കെ, ഇതിന് എങ്ങനെ പി സി ആണ്? പി സി ഇസ് ഈക്വൽ ടു റൂട്ട് 16 അല്ലെ. സ്ക്വയർ പോകുമ്പോ റൂട്ട് വരും. പി സി ഇസ് ഈക്വൽ ടു എന്ത് വരും? 4 എന്ന് നമുക്ക് വരും. ഓക്കെ, ഇത് അങ്ങനെ 4 എന്നുള്ളത് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ ഈസി അല്ലേ? അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഇവിടെ ആർ എസ് ഇത് 6 തന്നിട്ടുണ്ട്. അടുത്തത് ആർ ക്യു എന്നുള്ളത് 4 തന്നിട്ടുണ്ട്. നമ്മളിവിടെ ആദ്യം ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞത്. ആർ പി ഇൻറ്റു ആർ ക്യു ഇസ് ഈക്വൽ ടു ആർ എസ് സ്ക്വയർ. ഇതല്ല ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷനിൽ ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ആൻസറും കിട്ടും. ആർ പി എന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ ആർ പി എന്ന് തന്നെ ഞാൻ കൊടുത്തു. ഓക്കെ, ആർ ക്യു എന്നുള്ളത് 4 ആണ്. ആർ എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 സ്ക്വയർ അല്ലെ. ആർ എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 സ്ക്വയർ 36. ഇതെന്ന് ആർ പി കാണാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആർ പി ഇസ് ഈക്വൽ ടു 36 ഡിവൈഡഡ് ബൈ 4 എന്നുള്ളത് 9 എന്ന് കിട്ടും. ആർ പി എന്നുള്ളത് 9 എന്ന് കിട്ടും. ആർ പി എന്നുള്ളത് 9 എന്ന് കിട്ടും. എങ്ങനെ കിട്ടി? 36 ഡിവൈഡഡ് ബൈ 4 9. സോ പി ക്യു എന്നുള്ളത് 9 പ്ലസ് 4 13 എന്ന് നമുക്ക് കിട്ടും. മനസ്സിലായില്ലേ? 9 പ്ലസ് 4. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതിൽ പി സി 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. പി ഡി എന്നുള്ളത് 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഒ പി എന്നുള്ള ഈ മെഷർ ആണ് തന്നിട്ടുള്ളത് 2 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഈ സർക്കിളിന്റെ റേഡിയസ് ഒ ബി എന്നുള്ളത് R എന്നെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ പി എ എന്ന് പറയുന്ന ഇതിന്റെ മെഷർ എന്താ വരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നേരെ ശ്രദ്ധിക്കുക. ഇത് ടോട്ടൽ ഈ ഒ ബി റേഡിയസ്, നേരെ ശ്രദ്ധിക്കണം, ഒ ബി റേഡിയസ് ആണ് എന്നുണ്ടെങ്കിൽ ഒ എയും റേഡിയസ് ആയിരിക്കും. ഒ ബി റേഡിയസ് ആണ്, ഒ എയും റേഡിയസ് ആണ്. നമുക്ക് കാണേണ്ടത് ഈ എ പി ആണ് അല്ലെങ്കിൽ പി ആണ്. ഈ ടോട്ടൽ ആയിട്ടുള്ള ഈ റേഡിയസിൽ നിന്ന് ഈ 2 ഇങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് പി എ കിട്ടും. സോ പി എ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? R മൈനസ് 2. ക്ലിയർ അല്ലേ? പി എ എന്നുള്ള ഇത് ടോട്ടൽ ഈ ഒ എ എന്നുള്ളത് റേഡിയസ് ആണ്. ഒ എ എന്ന റേഡിയസിൽ നിന്ന് ഈ ഒ പി എന്ന് പറഞ്ഞ ഈ 2 ഇങ്ങോട്ട് മൈനസ് ചെയ്താൽ ഈ പി എ നമുക്ക് കിട്ടും എന്ന്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കറിയാം, ഇവിടുത്തെ ഇക്വേഷൻ എന്ന് എഴുതി വെക്കൂ. എന്താണ് ഇക്വേഷൻ? പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു സി പി ഇൻറ്റു പി ഡി അല്ലെ. സി പി ഇൻറ്റു പി ഡി. ഇനി നേരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. പി എ എന്നുള്ളത് നമുക്ക് ഇവിടെ കിട്ടി R മൈനസ് 2. ഞാൻ അവിടെ R മൈനസ് 2 എന്ന് തന്നെ എഴുതി. അടുത്തത് പി ബി എന്നുള്ളത്, പി ബി ദാ ഇവിടെ നിന്ന്, നേരെ ശ്രദ്ധിക്കുക എന്നാലേ മനസ്സിലാവുള്ളൂ. പി ബി എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ലെങ്തിനെയാണ് പി ബി എന്ന് പറയുന്നത്. ഇത് മുതൽ ഈ സെന്റർ മുതൽ ഇതുവരെയുള്ളത് 6ഉം ഇതും 2 ആണെങ്കിൽ ഇത് ടോട്ടൽ പി ബി ഈ 6ഉം ഈ 2ഉം കൂടി ആഡ് ചെയ്തതല്ലേ പി ബി ടോട്ടൽ വരിക. അപ്പൊ R പ്ലസ് 2 എന്ന് വരും. ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 3 അല്ലെ. പി സി ഇൻറ്റു പി ഡി. 4 ഇൻറ്റു 3 എന്ന് പറഞ്ഞാല് സി പി എന്ന് പറഞ്ഞാല് എത്രയാണ്? 4 വരും അല്ലെ. ഞാൻ എഴുതണ്ടല്ലോ. സി പി ഈക്വൽ ടു 4, പി ഡി എന്ന് പറഞ്ഞത് 3 വരും. അപ്പൊ 12 എന്ന് വരും അല്ലെ. എത്ര വരിക? 4 ഇൻറ്റു 3 എന്നുള്ളത് എത്ര വരും? 12 എന്ന് വരും. R മൈനസ് 2 ഇൻറ്റു R പ്ലസ് 2 എന്നുള്ളതിന് നമുക്ക് എന്ത് എഴുതാം എന്നറിയോ? R സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്ന് വരാം. ഇങ്ങനെ ഏതൊരു സംഭവം കിട്ടിയാലും R മൈനസ് 2 R പ്ലസ് 2 ഈ ഫോമിലാണ് വരുന്നതെങ്കിൽ R സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്നത് ഫോമിൽ ഇത് എഴുതാം. ഈസ് ഈക്വൽ ടു 12. R സ്ക്വയർ ഇതെന്ന് കാണാം അല്ലെ.
ഈസ് ഈക്വൽ ടു 12 ഇവിടെ എഴുതി. ഈ -2² ഇങ്ങോട്ട് വരുമ്പോ എന്താ വരിക? -2² ഇങ്ങോട്ട് വരുമ്പോ +2² ആണ്. +2² എന്ന് പറഞ്ഞാൽ 4 എന്ന് വരും. 12ഉം 4ഉം ആഡ് ചെയ്താൽ എന്താണ്? 16 എന്ന് വരും. r² ഈസ് ഈക്വൽ ടു 16 ആണെങ്കിൽ റേഡിയസ് നമുക്ക് പറയാം √16. √16 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 എന്നാണ് കിട്ടുക. ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്, ഒന്നുകൂടി പറയാം. r² - 2² ഈസ് ഈക്വൽ ടു 12. r² ഞാൻ അതുപോലെ എഴുതി. ഈ -2² എന്ന് പറഞ്ഞാൽ 4 അല്ലേ? ആ -2² ഇങ്ങോട്ട് വരുമ്പോ എന്തായി? +4 ആയി. 12ഉം 4ഉം 16. √16 r² ആണ് 16. 6 എന്ന് പറഞ്ഞാൽ √16 എന്നുള്ളത് നമുക്ക് എന്ത് വരും? 4 വരും. ഓക്കെ, ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനും അടുത്ത് കൊടുത്തിട്ടുണ്ട്, അതും നിങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ അല്ലേ?